സിജെപി പ്രതിഷേധത്തെ തകർക്കാൻ കുപ്രചരണം തുടർന്ന സംഘപരിവാർ സിജെപി പ്രതിഷേധത്തിന് ചൈനീസ് ബന്ധമുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ പ്രത്യേക അജണ്ടകൾ രൂപപ്പെടുത്തിയാണ് സംഘപരിവാർ പ്രചരണം. സമരത്തിൽ സജീവമായി പങ്കെടുക്കുന്ന എസ്എഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജി, ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് എന്നിവർക്കെതിരെ അതിരൂക്ഷ സൈബർ ആക്രമണമാണ് സംഘപരിവാർ നടത്തുന്നത്. റിപ്പോർട്ട് കാണാം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് അറ്റ് 5 PM കാണാം. അവന്തികേത്ത്. സിജെപി പ്രതിഷേധത്തിലെ ഇടത് സാന്നിധ്യത്തിൽ ഭയന്ന സംഘപരിവാർ പ്രത്യേക അജണ്ടകൾ രൂപപ്പെടുത്തിയാണ് കള്ളപ്രചരണം നടത്തുന്നത്. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരത്തിൽ തുടക്കം മുതലേ ഭാഗമാണ് എസ്എഫ്ഐ. എന്നാൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 105ാം സ്ഥാപക ദിനത്തിൽ ചൈനീസ് എംബസിയിൽ നടന്ന സെമിനാറിൽ എസ്എഫ്ഐ നേതാക്കൾ പങ്കെടുത്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് രൂക്ഷമായ സൈബർ ആക്രമണമാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ നടത്തുന്നത്. എസ്എഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജി, ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് എന്നിവർ എംബസിയിൽ നിന്ന് ഉപഹാരങ്ങൾ വാങ്ങിയത് ആശങ്ക ജനിപ്പിക്കുന്നതെന്നുള്ള തരത്തിലാണ് സംഘപരിവാർ പ്രചാരണം. നേരത്തെ സമാനമായ രീതിയിൽ CPIM ജനറൽ സെക്രട്ടറി MA ബേബിക്കും ചൈനീസ് ബന്ധമുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ സംഘപരിവാർ അനുകൂല മാധ്യമവും ശ്രമിച്ചിരുന്നു. അതേസമയം സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം 20ാം ദിവസവും തുടരുകയാണ്. കോൺഗ്രസ് നേതാവ് പവൻ ഖേര ജന്തർ മന്ദിറിലെത്തി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. രാഹുൽ ഗാന്ധി വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിൽ ആദ്യമായാണ് ഒരു കോൺഗ്രസ് നേതാവ് സമരവേദിയിൽ എത്തുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.